അടിപൊളിയാണ്. ഭയങ്കര രസമുള്ള സിനിമ. ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള സ്ക്രിപ്റ്റും പെർഫോമൻസസും ഭയങ്കര എൻഗേജിങ് സിനിമ. എനിക്ക് തോന്നുന്നു ബേസിലൊക്കെ കരിയർ ബെസ്റ്റ് വർക്ക്. ബ്രില്യൻറ്റ്. എല്ലാവരും തിയേറ്ററിലുണ്ട് സിനിമ കാണാൻ. കാര്യം ഇത്തരം സിനിമ വിജയിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയുടെ ഒരു ആവശ്യമാണ്. കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഈ പറയുന്ന പോലെ ഒരു ഭയങ്കര കമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു അതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര കൾച്ചറൽ റൂട്ടഡായിട്ട് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഭയങ്കര റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഒത്തിരി സ്ഥലത്ത് എക്സിസ്റ്റിംഗ് ആണെന്ന് അറിയാൻ കഴിഞ്ഞത് ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. ആൻഡ് അതേപോലെ തന്നെ എല്ലാവരുടെയും പെർഫോമൻസ് ആണ് എടുത്ത് പറയാനുള്ളത്. ലിജോ ആണെങ്കിലും ആണെങ്കിലും എല്ലാവരും ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു മൂവി. എല്ലാവരും ഫാമിലി ആയിട്ടും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഉഗ്രൻ സിനിമ. വളരെ മലയാള സിനിമയിൽ എനിക്ക് വളരെ ക്ലോസായിട്ടുള്ളൊരു ഫ്രണ്ടാണ് അജിത്തേട്ടൻ. അജിത്തേട്ടൻ്റെ ബാനറിൽ ഇങ്ങനെ ഒരു നല്ലൊരു സിനിമ വന്നതിൽ വളരെ സന്തോഷം. ഇപ്പം നമ്മളെല്ലാവരും പറ്റാവുന്ന എല്ലാവരും അത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം ബേസിലിൻ്റെയും ആർട്ടിസ്റ്റുകളെയും ജോമോളൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇഷ്ടപ്പെടുന്നൊരു പടമായിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബേസിൽ എപ്പോഴും മിന്നൽ മുരളിയല്ലേ. ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. എല്ലാവരും കാണേണ്ട മസ്റ്റ് വാച്ചാണ്. എന്താ പറയുക, ഇതുപോലെയുള്ള സിനിമകൾ വല്ലപ്പോഴുമാണ് സംഭവിക്കുന്നത്. എല്ലാവരും കാണണം. ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര വർക്കായി, ഭയങ്കര നല്ല പെർഫോമൻസ്, ഭയങ്കര നല്ലൊരു മൂവിയാണ്. ഫാമിലി വന്ന് കാണേണ്ട മൂവിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കാണാം. പിന്നെ ബേസിലും അമ്പാനൊക്കെ തകർത്ത് അഭിനയിച്ചൊരു മൂവിയാണ്. നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാം, എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യും. പൊന്മാനാണ് കണ്ടിറങ്ങിയത്. ഭയങ്കര മനസ്സ് നിറഞ്ഞ് സോൾഫുൾ ക്യാരക്ടേഴ്സും നമ്മൾ ഒരുപാട് ഇമോഷൻസ് കടന്നു പോകുന്നു. അതെ, പിന്നെ കാര്യം കുറേ റിവ്യൂസൊക്കെ കണ്ടിരുന്നു. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ ബേസിലേട്ടനെ കണ്ടത്. ഞാൻ കണ്ണു നിറഞ്ഞിട്ട് ഇറങ്ങിയത്. ഞാൻ ബേസിലേട്ടനെ നേരിട്ട് എനിക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ സന്തോഷമുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. മീൻ ഇങ്ങനൊരു ബേസിലേട്ടൻ്റെ കണ്ടിട്ടുള്ള സന്തോഷം, മീൻ പെർഫോമൻസ് കണ്ടിട്ടുള്ള സന്തോഷം. അടിപൊളി, ഗംഭീര പടമാണ്. അല്ല, പൊന്മാൻ കണ്ടു. പൊന്മാൻ ഒരാഴ്ചയായി ഇറങ്ങിയിട്ടിട്ട് തിയേറ്ററിൽ അത്യാവശ്യം നല്ല റെസ്പോൺസിൽ പോയിക്കൊണ്ടിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്നത്തെ ഈ പ്രിവ്യൂ ഷോ ആണ് കാണാനായിട്ട് ഇടയായത്. എനിക്ക് വളരെയധികം പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നമ്മുടെ എല്ലാ തിയേറ്ററുകളിലും പടം പോയിക്കൊണ്ടിട്ട് ഇരിപ്പുണ്ട്. ഈ സിനിമയുടെ എന്താണോ കണ്ട എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ്. അതായത് ഒരുപക്ഷെ ഇത്ര സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു റോള് ബേസിലിൻ്റെ ആദ്യമായിട്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എനിക്ക് പേഴ്സണലി പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇനി കമ്മിങ് ഡേയ്സിൽ പടം കുറച്ചുകൂടെ ബെറ്ററായിട്ട് തിയേറ്ററുകളിൽ വരുമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ സെക്കൻഡ് വീക്ക് നല്ലതായിട്ട് തന്നെ തിയേറ്ററിൽ പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഗംഭീര പടമാണ്. ഇപ്പോൾ ജ്യോതിഷേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ആൾ ആർട്ട് ഡയറക്ടറായിട്ട് കുറേയധികം സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സിനിമയാണ്. ഇപ്പോൾ എനിക്കൊന്ന് ബേസിലേട്ടൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ്. അതുപോലെ തന്നെ ലിജോ മോളുടെയും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ജയ്ബീം തൊട്ട് ഭയങ്കര വലിയ ഫാനാണ്. അതുപോലെ തന്നെ ഓരോരുത്തരും സിനിമ തരുന്നൊരു മെസ്സേജുണ്ട്. എനിക്കൊന്ന് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ആനന്ദ് മന്മഥൻ, അതുപോലെ തന്നെ സച്ചിൻ ഗോപിചേട്ടൻ, അങ്ങനെ എല്ലാവരും കിടിലം പെർഫോമൻസുകൾ. ഒരു ഗംഭീര സിനിമ, തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. താങ്ക് യു. നല്ലൊരു സിനിമയായിരുന്നു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ത്രൂ ഔട്ട് ആ സിനിമയുടെ ഒരു മൂഡ് നിലനിർത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരുടെയും പെർഫോമൻസ് ഗംഭീരമായിരുന്നു. എസ്പെഷ്യലി ബേസിലൊക്കെ ടുവേർഡ്സ് ക്ലൈമാക്സ് ആണെങ്കിലും നമുക്ക് ആ ഒരു പടം കഴിഞ്ഞിറങ്ങുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇതിൽ പറയുന്ന ആ ഒരു മെസ്സേജും ആ കണ്ടൻറ്റുമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് നമ്മുടെ ഇന്നത്തെ ഒരു സൊസൈറ്റിക്ക് വളരെയധികം ബാധകമാണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ലൊരു മെസ്സേജുള്ളൊരു നല്ല മൂവിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു.